നമസ്കാരം. സെക്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവസാനിച്ചു പോയിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് തൃപ്തിയാവുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഓർഗാസം അല്ലെങ്കിൽ ഒരു രതിമൂർച്ച എത്തുന്നതിൻ്റെ മുന്നേ സ്ഖലനം സംഭവിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. സ്വന്തം ഭാര്യയുടെ മുന്നിൽ നാണം കെട്ട് നിന്ന് പോയിട്ടുള്ള ഒരവസ്ഥ നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാകുമല്ലേ? പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ട് നിങ്ങളുടെ ഉള്ള ലൈംഗിക ശേഷിയും കൂടെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡെയിലി ഒ.പിയിൽ കാണുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് സ്ഖലനം സംഭവിക്കാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വമേധയാ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്. ഇനി എന്താണ് ശീഘ്രസ്ഖലനം അല്ലെങ്കിൽ എന്താണ് പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്? ഈ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തൃപ്തിയാകുന്നതിൻ്റെ മുന്നേ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഓർഗാസം എത്തുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ പ്രീമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഒരു 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഔട്ടായി പോവുകയാണ് എന്നുണ്ടെങ്കിലാണ് അത് നമ്മളൊരു രോഗാവസ്ഥ എന്നുള്ളതിലേക്ക് നമ്മൾ പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ നോർമലായിട്ടും ചില ആളുകളുടെ കാണാറുണ്ട്. നോർമലായിട്ട് കാണുന്ന സമയത്തും പല പേഷ്യൻസും വിചാരിക്കുക എനിക്ക് എന്തോ അസുഖമാണ്, എനിക്ക് ശീഘ്രസ്ഖലനം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് പലരും വിചാരിക്കുക. പക്ഷേ പല കേസസിലും ഇത് നോർമലായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അത് വരുന്ന കേസസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾ അല്ലെങ്കിൽ ഹണിമൂൺ പീരീഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് അവർ ഓവർ എക്സൈറ്റഡ് ആയതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അത് പക്കാ നോർമലാണ്. അതുപോലെ തന്നെ പ്രവാസികൾ, വിദേശത്തൊക്കെയുള്ള ആളുകൾ ഈ സെക്ഷൽ ആബ്സ്റ്റിനൻസ്, അവർക്ക് ഈ ഒരു സെക്സിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നാട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് ഈ ചെറിയൊരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂസൊക്കെ കാണുന്നതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ അതുപോലെ എന്തെങ്കിലും ഓവർ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് കാര്യങ്ങളുണ്ടെങ്കിലും ഈ ഒരു ടൈമിങ് പെട്ടെന്ന് ഔട്ടായി പോവുക എന്നുള്ള പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. അതുകൂടാതെ ഇത് 1-2 ദിവസം മാത്രം കാണുകയാണെങ്കിലും അതൊരു നോർമലായിട്ടുള്ളൊരു സംഭവം മാത്രം തന്നെയാണ്, അല്ലാതെ അത് അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ളതൊന്നുമല്ല. പിന്നെ ഇത് എപ്പോഴാണ് അബ്നോർമൽ ആകുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ ഇതൊരു പ്രീമച്വർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഒരു ശീഘ്രസ്ഖലനം എന്നുള്ള രോഗാവസ്ഥയിലേക്ക് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ ഇത് കുറച്ച് അധിക ദിവസത്തേക്ക് നീണ്ടു നിൽക്കുക, ഒരു 1-2 മാസങ്ങളോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് ലൈക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, യൂറിക് ആസിഡ്, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട്, ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എന്തെങ്കിലും അഡിക്ഷൻസ് കാര്യങ്ങളുണ്ടാവും. ആൽക്കഹോൾ അധികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ സ്മോക്കിംഗ് എന്നുള്ളൊരു അഡിക്ഷൻ ഉള്ള ആളായിരിക്കാം. പിന്നെ മെയിൻലി മാസ്റ്റർബേഷൻ ഓവർ ആയിട്ടുള്ള ആളുകളിലൊക്കെ ഈ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് കാണുന്നുണ്ടെങ്കിൽ അതും ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില പേഷ്യൻസ് നമ്മളുടെ അടുത്ത് ഒ.പിയിൽ വന്ന് പറയും, ഡോക്ടറെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇതുവരെ എനിക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സുഖം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് പെട്ടെന്ന് ഔട്ടായി പോകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അതും ഒരു രോഗാവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എൻ്റെ ഒ.പിയിലൊക്കെ മിക്കവാറും കണ്ടുവരുന്ന സംഭവമാണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പേഷ്യൻസ് ഭയങ്കര സ്ട്രെസ്ഡ് ആവും, അവർ ഭയങ്കര ആങ്ഷ്യസ് ആവും. അവർ ആദ്യം ചെയ്യുന്ന കാര്യം ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് അവർ എന്താണ് ഇതിനുള്ളൊരു ഷോർട്ട് കട്ട്, പെട്ടെന്ന് എനിക്ക് എൻ്റെ ടൈം കൂട്ടാൻ അല്ലെങ്കിൽ എൻ്റെ സെക്ഷൽ പവർ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ച് ഓടി നടക്കുകയായിരിക്കും. അങ്ങനെ അവർ മാർക്കറ്റിൽ കാണുന്ന വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സെക്ഷൽ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് മെഡിസിൻസ് കഴിച്ചിട്ട് അവരവരുടെ ഉള്ള സ്റ്റാമിനയും കൂടെ നശിപ്പിച്ചിട്ടാണ് നമ്മുടെ ഒ.പിയിലേക്ക് വരാറുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇത് കറക്റ്റായിട്ടുള്ള ഒരു സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡയറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ നിങ്ങൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ഒരു 10 ടിപ്സ് നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ടൈമിങ് ഒരുപാട് കൂട്ടിക്കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിൽ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ എല്ലാ ലൈംഗിക ശേഷി കുറവിനും നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഭവം എന്നാണ്, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരു ഇമോഷണൽ ബോണ്ട് നിങ്ങൾ ആദ്യമേ ബിൽഡ് ചെയ്തിട്ടുണ്ടാകണം. അത് നിങ്ങൾക്ക് ഇനി ഉദാഹരണത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് തമ്മിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ, നിങ്ങൾക്ക് സെക്സ് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും പെട്ടെന്ന് ഇജാക്കുലേഷൻ വരാം അല്ലെങ്കിൽ ഇറക്ഷൻ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ ടെൻഷൻ ഒഴിവായി കിട്ടും. അപ്പോൾ
നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉള്ളിൽ നിന്ന് വരാനുണ്ട്, എന്നെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളിയാണ് എന്നുള്ളൊരു കോൺഫിഡൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സെക്ഷൽ പെർഫോമൻസ് കൂട്ടിക്കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ടൈമിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് മെയിനായിട്ട് സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്, പക്ഷേ നിങ്ങൾ മാക്സിമം അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എന്തെങ്കിലും ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ ഒ പിയിൽ ഒരുപാട് കേസസ്, ഏകദേശം ഒരു 70% കേസസ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ കോസോ അല്ലെങ്കിൽ ഒരു പത്തോളജിക്കൽ കണ്ടീഷൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. മെയിനായിട്ട് ഒരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും അവർക്ക് ഈ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് വന്നിട്ടുണ്ടായിരിക്കുക. അതിന് നമ്മൾ പെർഫോമൻസ് ആങ്സൈറ്റി എന്നാണ് പറയുക. കാരണം ബന്ധപ്പെടാൻ പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് ആങ്ഷ്യസ് ആയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇജാക്കുലേഷൻ സംഭവിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കരുതേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിരിക്കുക. ഐ ക്യാൻ ഡൂ ദിസ് എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടിയിട്ട് ആണ് നിങ്ങൾ സെക്സിലോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫോർപ്ലേ. ഫോർപ്ലേ പലരും അവഗണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോർപ്ലേയിൽ അധികം ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഈ ഒരു സെക്സിൻ്റെ ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. ഇത് മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫോർപ്ലേയുടെ ടൈമിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു ഇൻറ്റിമസി ഉണ്ടാകാനുള്ള ഒരു ടൈം അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു ഇൻറ്റിമസി ഉണ്ടാകുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ മൈൻഡ് കുറേ സ്ട്രെസ് റിലീഫ് ആവുന്നുണ്ട്, നിങ്ങളുടെ ടെൻഷൻസ് കുറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ ഒരു സെക്സിൻ്റെ സമയത്ത് ടൈം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫോർപ്ലേക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യുക. ഇനി ഫോർപ്ലേ കഴിഞ്ഞ് നിങ്ങളൊരു ഡയറക്റ്റ് ഇൻ്റർകോഴ്സിലേക്ക് പോകുന്നതിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റായിട്ടുള്ള ഒരു പെനിട്രേഷനിലേക്ക്, ഒരു സ്പീഡായിട്ടുള്ള ഒരു പെനിട്രേഷനിലേക്ക് പോകുന്നതിന് പകരം നിങ്ങൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡിൽ ഇൻ്റർകോഴ്സിലേക്ക് പോവുക. നമ്മൾ ഓവർ എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഔട്ടായി പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി മെത്തേഡ് ചൂസ് ചെയ്യുക, വളരെ സ്ലോ ആയിട്ട് അതിലേക്ക് പോവുക. ഇനി ഇൻ ബിറ്റ്വീൻ സെക്സിൻ്റെ ഇടയിലാണെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാം. നമ്മൾ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് എടുക്കുമ്പോൾ നമ്മളെ ബോഡി ഓവറായിട്ട് സ്ട്രെസ്ഡ് ആവും, ഓവർ വീക്ക്നെസ് വരും. അപ്പോൾ നമ്മളെ ബോഡി വീക്കാകുമ്പോൾ ഇജാക്കുലേഷൻ ഒബ്വിയസ്ലി പെട്ടെന്ന് സംഭവിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് വളരെ സ്ലോലി എടുക്കുക. പിന്നെ അടുത്ത ബ്രീത്തിങ്ങിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ബ്രീത്തിങ്ങിൽ കൂടുതൽ സ്റ്റൊമക് ബ്രീത്തിങ്ങിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മൈൻഡ് ഡിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റൊമക് ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ നോക്കുക. ഇത് നിങ്ങളുടെ ടൈം കൂട്ടാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ സെക്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ക്ലൈമാക്സ് ആകാൻ പോകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, ടൈം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്ന അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ് സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് ടെക്നിക്ക്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു പോസ് എടുക്കുക. ആ ഒരു പോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ക്ലൈമാക്സിലോട്ട് പോകാണ്ട് ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഒരു ചെറിയൊരു പോസ് എടുത്തിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അത് ടൈമിംഗ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ ചെയ്യേണ്ടതാണ്, ചില ആളുകൾക്ക് സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അവർക്ക് വെജൈനൽ സ്കിന്നിനോടുള്ളൊരു കോണ്ടാക്റ്റ് വരുമ്പോഴേക്ക് ആ ഒരു സെൻസിറ്റീവ്നെസ് കാരണം ഇജാക്കുലേഷൻ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ ഓപ്ഷനാണ് കോണ്ടംസ് യൂസ് ചെയ്യുക. കോണ്ടംസ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രിമച്ചർ ഇജാക്കുലേഷൻ, ഈ ടൈമിംഗ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് ലാപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സെയിം പൊസിഷൻ തന്നെ യൂസ് ചെയ്യുന്നതിന് പകരം ഈ സെക്സിൻ്റെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പൊസിഷൻസ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു സെയിം പൊസിഷനിലാവുമ്പോൾ അത് ഓവർ സ്റ്റിമുലേഷൻസ് നൽകുകയും ഇജാക്കുലേഷൻ പെട്ടെന്നാക്കാൻ, പ്രിമച്ചർ ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ടൈമിംഗ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇനി അടുത്ത ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് സെക്സിൻ്റെ ടൈമിൽ ചെയ്യേണ്ടതല്ല, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ്. ഞാൻ മുന്നേ പറഞ്ഞു, ചില ആളുകൾക്ക് ഒരുപാട് അഡിക്ഷൻസ് ഉള്ള ആളുകളുണ്ടാവും, ലൈക്ക് ആൽക്കഹോൾ, സ്മോക്കിങ്, ഓവറായിട്ട് മാസ്റ്റർബേഷൻ ഉള്ള ആളുകൾ. നമ്മൾ ഒ പിയിൽ ഒരുപാട് കേസസ് അങ്ങനെ കാണാറുണ്ട്. ഓവറായിട്ട് സ്മോക്കിംഗ് കാരണം ടൈമിംഗ് കുറയുക, അതൊക്കെ വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ കാണുന്നുണ്ട് ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ. അപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് നമ്മുടെ ഒ പിയിൽ വന്നാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതായിരിക്കും: പുകവലിക്കാറുണ്ടോ, അതുപോലെ ആൽക്കഹോൾ യൂസേജ് ഉണ്ടോ, ഓവർ മാസ്റ്റർബേഷൻ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചോദിക്കുക. കാരണം ഇതായിരിക്കും അവരുടെ മെയിൻ റീസൺ. ഇതിൽ ആൽക്കഹോളും സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള ഒരു നിക്കോട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടൻറ്റ് നമ്മളെ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്തിട്ട് ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നെർവ്സിന് വീക്ക്നെസ് ഉണ്ടാകും.
ഉണ്ടാകും. അത് നമ്മൾ പ്രിമച്ചുർ ഇജാക്കുലേഷനിലേക്കിട്ടൊക്കെ പോകാറുണ്ട്. പിന്നെ മെയിനായിട്ട് മാസ്റ്റർബേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പല ആളുകളും മാസ്റ്റർബേഷൻ ഹെൽത്തിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഹെൽത്തി തന്നെയാണ്. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ അത് സെക്ഷൽ ഫങ്ഷൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതിൽ മെയിനായിട്ട് എന്താണ് ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന സമയത്ത് പല ആളുകളും ശീലിച്ചിട്ടുണ്ടാവുക കുറഞ്ഞ ടൈം പീരീഡിൽ തന്നെ അത് നമുക്ക് പ്ലെഷർ കിട്ടുക എന്നുള്ള രീതിയിലേക്കായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനായിരിക്കും എല്ലാവരും അതിൽ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നമ്മുടെ ബോഡി അതിനോട് യൂസ്ഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഹാബിറ്റ് തന്നെയായിരിക്കും നമ്മുടെ ബോഡി ശീലിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ പിന്നെ നമ്മളൊരു ദാമ്പത്യത്തിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ടൈമിങ് ആ രീതിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഓവർ മാസ്റ്റർബേഷൻ നിങ്ങൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കൊടുക്കാറുള്ളത് കീഗിൾസ് എക്സസൈസാണ്. കീഗിൾസ് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ പെൽവിക് മസിൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ മസിൽസ് സ്ട്രെങ്തൻ ആകുമ്പോൾ തന്നെ അവിടേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും, നെർവ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെങ്തൻ വരും. അതൊക്കെ വരുമ്പോൾ തന്നെ ഈ ടൈമിങ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കീഗിൾസ് എക്സസൈസ്. അത് ഡെയിലി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സുകളൊക്കെ പ്രയോഗിച്ചിട്ടും നിങ്ങൾക്ക് 2-3 months കഴിഞ്ഞിട്ടും ഇത് 1-2 ദിവസം ചെയ്തതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവില്ല. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഒരു 2-3 monthsോളം നിങ്ങളിത് ഡെയിലി സെക്സിൻ്റെ ടൈമിൽ പ്രാക്ടീസ് ചെയ്തിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങളായിട്ടില്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അത് കറക്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ 100% മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് പ്രിമച്ചുർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ OPയിൽ ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ് എന്താണ്, ഇത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിൻ്റെ ഒരു അണ്ടർലൈൻ കോസ് കണ്ടെത്തിയതിന് ശേഷം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ രോഗനിർണയം നടത്തും. അതിനുശേഷം ഒരു യൂറോപ്യൻ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മരുന്ന് നിർണയം നടത്തിയിട്ട് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യാതൊരുവിധ പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഹോമിയോ മെഡിസിൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ചില കേസസിൽ എന്തെങ്കിലും സെക്ഷൽ എഡ്യൂക്കേഷൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു രോഗമാണെന്ന് അവർ കരുതി വെച്ചതായിരിക്കാം, പക്ഷെ അത് രോഗമായിരിക്കില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ കറക്റ്റായിട്ടുള്ള സെക്ഷൽ എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് തെറാപ്പികൾ പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരു ടൈമിങ്ങിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രിമച്ചുർ ഇജാക്കുലേഷൻ ഉണ്ട് എന്ന് കരുതി നിങ്ങളുടെ ഒരു ദൗർബല്യമാണ് എന്ന് നിങ്ങൾ കണക്കാക്കരുത്. ഒരിക്കലും മടിക്കുകയും ചെയ്യരുത്. കറക്റ്റായിട്ടുള്ള ടൈമിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നല്ല രീതിയിലുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈലും മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെന്നെങ്കിൽ താഴെ തന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഡോക്ടർ നിതാഷ മുഹമ്മദ്, ഡോക്ടർ ബാസിൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മലപ്പുറം ജില്ല, പാണ്ടിക്കാട്, കോഴിക്കോട്, നടക്കാവ്.